ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രത്തിന്റെ ഉള്ളറകളിൽ നൂറ്റാണ്ടുകളായി തുറക്കപ്പെടാതെ കിടക്കുന്ന ഒരു രഹസ്യ അറയുണ്ട്. ബി കല്ലറ അഥവാ ബി നിലവറ. രണ്ട് കൂറ്റൻ നാഗങ്ങളെ കൊത്തിവച്ച താഴ്താക്കോലുകൾ ഇല്ലാത്ത ഒരു വലിയ ഗ്രാനൈറ്റ് വാതിൽ. ഒരു താക്കോൽ ദ്വാരം പോലും ഇല്ലാതെ എങ്ങനെയാണ് ഈ വാതിൽ നൂറ്റാണ്ടുകളായി അടഞ്ഞു കിടക്കുന്നത്? ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് മാത്രം തുറക്കാൻ കഴിയുന്ന അക്വസ്റ്റിക് ലോക്കുകളും മർദ്ദം തിരിച്ചറിയുന്ന പ്രഷർ സെൻസിറ്റീവ് സീലുകളും ഉപയോഗിച്ച് നിർമ്മിച്ച ഈ അത്ഭുത വാതിലിനു മുന്നിൽ ആധുനിക സയൻസും എഞ്ചിനീയറിംഗും ഇന്നും തോറ്റു നിൽക്കുകയാണ്. നമ്മൾ കേട്ടറിഞ്ഞ ശാപകഥകൾക്കും അപ്പുറം ആധുനിക ലോകത്തിന് ഇന്നും വിശദീകരിക്കാൻ കഴിയാത്ത ഏതോ അജ്ഞാത സാങ്കേതിക വിദ്യ ആ നിലവറയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ? ഇത് വെറും ഒരു ദൈവിക സംരക്ഷണമോ അതോ ആധുനിക ഭൗതിക ശാസ്ത്രത്തെ പോലും വെല്ലുവിളിക്കുന്ന പുരാതന വാസ്തുവിദ്യയുടെ വിസ്മയമോ? വെൽക്കം ബാക്ക് ടു ട്രീ ഷേഡ് സ്റ്റോറീസ്. തിരുവനന്തപുരത്തെ അതിപ്രശസ്തമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം 2011 സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം ഈ ക്ഷേത്രത്തിലെ രഹസ്യ അറകൾ തുറന്നപ്പോൾ ലോകം ശരിക്കും ഞെട്ടിത്തരിച്ചുപോയി. A, B, C, D, E, F എന്നിങ്ങനെ 6 നിലവറകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ നിലവറ B ഒഴികെ ബാക്കി എല്ലാ അറകളും തുറന്നപ്പോൾ ലക്ഷക്കണക്കിന് കോടി രൂപ വിലമതിക്കുന്ന സ്വർണവും വജ്രവും അമൂല്യ നിധികളുമാണ് അവിടെ നിന്നും കണ്ടെടുത്തത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിധിശേഖരം. എന്നാൽ 5ാമത്തെ അറയായ നിലവറ B തുറക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ആ വാതിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി മാറി. കാരണം ആ വാതിലിന് പൂട്ടുകളോ താക്കോൽ ദ്വാരങ്ങളോ എന്തിന് ഒരു ചെറിയ വിടവ് പോലും ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ ഗ്രാനൈറ്റ് കല്ലിൽ തീർത്ത ആ വാതിലിൽ ഭയപ്പെടുത്തുന്ന 2 വലിയ നാഗങ്ങളുടെ രൂപം കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മലയാളികൾ പലപ്പോഴും ഈ നിലവറയെക്കുറിച്ച് കേട്ടിട്ടുള്ളത് പേടിപ്പെടുത്തുന്ന ശാപകഥകളാണ്. ഈ വാതിൽ തുറന്നാൽ നാട് നശിക്കുമെന്നും അറയ്ക്കുള്ളിൽ വലിയ നാഗങ്ങൾ കാവലുണ്ടെന്നും കടലിന്റെ ഇരമ്പൽ അവിടെ കേൾക്കാമെന്നുമൊക്കെയാണ് മിത്തുകൾ. എന്നാൽ ഇന്ന് നമ്മൾ ഈ കഥകൾക്ക് പിന്നിലെ യഥാർത്ഥ ശാസ്ത്രത്തെക്കുറിച്ചാണ്, അഥവാ ആ കരിങ്കൽ വാതിലിന് പിന്നിലെ ആർക്കിടെക്ചറൽ ഫിസിക്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എഞ്ചിനീയറിംഗ് വിദഗ്ധർ ഈ വാതിലിന്റെ ഘടന പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു വലിയ കാര്യമുണ്ട്. ഇത് വെറുമൊരു കരിങ്കൽ വാതിലല്ല, മറിച്ച് പുരാതന വാസ്തുശില്പികൾ അതിവിദഗ്ധമായി നിർമ്മിച്ചെടുത്ത ഒരു മെക്കാനിക്കൽ മാസ്റ്റർ പീസാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിലെ അക്കോസ്റ്റിക് ലോക്കുകൾ അഥവാ ശബ്ദ തരംഗങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്ന പൂട്ടുകളാണ്. പുരാണങ്ങളിൽ ഇതിനെ നാഗബന്ധം എന്നാണ് വിളിക്കുന്നത്. നാഗബന്ധം എന്ന പ്രത്യേക മന്ത്രം ജപിച്ച് ബന്ധിച്ച ഈ വാതിൽ തുറക്കണമെങ്കിൽ അതിന് സമാനമായ ഫ്രീക്വൻസിയുള്ള ഗരുഡ മന്ത്രം കൃത്യമായ ശബ്ദത്തിൽ ജപിക്കുന്ന ഒരാൾക്ക് മാത്രമേ കഴിയൂ എന്നാണ് വിശ്വാസം. ഇതിനെ സയൻസുമായി ഒന്ന് ബന്ധിപ്പിച്ചു നോക്കൂ. ആധുനിക ലോകത്ത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന വോയിസ് കൺട്രോൾ ലോക്കുകളുടെ ഏറ്റവും പുരാതനവും സങ്കീർണവുമായ ഒരു രൂപമായിരിക്കും ഇത്. ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള ശബ്ദ തരംഗങ്ങൾ ഈ കരിങ്കൽ വാതിലിൽ വന്ന് പതിക്കുമ്പോൾ ആ വാതിലിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ലോകനിർമ്മിതമായ ലോക്കിംഗ് മെക്കാനിസത്തിൽ ഒരു റെസണൻസ് അഥവാ പ്രകമ്പനം ഉണ്ടാകുകയും അതുവഴി ആ വാതിലിന്റെ പൂട്ടുകൾ തനിയെ തുറക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാങ്കേതിക വിദ്യ. ആധുനിക അക്കോസ്റ്റിക് എഞ്ചിനീയറിംഗിൽ ഇത് സാധ്യമാണ്. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് മനുഷ്യർ എങ്ങനെയാണ് ഇത്രയും കൃത്യതയോടെ ഇങ്ങനെയൊരു സംവിധാനം നിർമ്മിച്ചെടുത്തത് എന്നത് ആധുനിക ശാസ്ത്രത്തിന് ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു സമസ്യയാണ്. ഇനി ഈ കല്ലറയുടെ സ്ട്രക്ചറൽ ലോജിക് അഥവാ നിർമ്മാണ രീതികളിലേക്ക് വരാം. പൂർണ്ണമായും ഗ്രാനൈറ്റ് കല്ലുകൾ ഉപയോഗിച്ചാണ് ഈ അറ നിർമ്മിച്ചിരിക്കുന്നത്. 2 കല്ലുകൾ തമ്മിൽ ചേർത്ത് വെച്ചിരിക്കുന്നത് സിമന്റോ മറ്റ് മിശ്രിതങ്ങളോ ഉപയോഗിച്ചല്ല, മറിച്ച് കല്ലുകളുടെ മർദ്ദം അഥവാ പ്രഷർ കൃത്യമായി ബാലൻസ് ചെയ്താണ്. ഇതിനെ നമ്മൾ പ്രഷർ സെൻസിറ്റീവ് സീലുകൾ എന്ന് വിളിക്കും. അതായത് പുറത്തു നിന്നും ആരെങ്കിലും ഈ വാതിൽ ബലമായി തുറക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ച് ഇത് തകർക്കാൻ ശ്രമിച്ചാൽ ആ അറയ്ക്കുള്ളിലെ വായുമർദ്ദത്തിൽ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാകും. വാതിലിനു ചുറ്റും ഒരു വാക്വം സീൽ പോലെയാണ് അവർ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ മർദ്ദത്തിൽ വ്യത്യാസം വന്നാൽ ഒന്നെങ്കിൽ ആ അറയുടെ മുകൾ ഭാഗം പൂർണ്ണമായി ഇടിഞ്ഞു വീണ് ആ നിധി എന്നേക്കുമായി മണ്ണിനടിയിലാകും, അല്ലെങ്കിൽ ആ വാതിലിനോട് ചേർന്ന് അവർ ഘടിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും വലിയ കെണികൾ ആക്ടിവേറ്റ് ആകും.
ബി നിലവറ തുറക്കാൻ ശ്രമിച്ചാൽ അതിനുള്ളിൽ നിന്നും വെള്ളം ഇരച്ചു കയറും, അല്ലെങ്കിൽ വിഷവാതകം വരും എന്നൊക്കെ പറയുന്നതിന്റെ യഥാർത്ഥ കാരണം ഈ പ്രഷർ വാൽവുകളാകാം. നൂറ്റാണ്ടുകളായി ഭൂമിക്കടിയിൽ യാതൊരു വായുസഞ്ചാരവും ഇല്ലാതെ കിടക്കുന്ന ഈ അറയ്ക്കുള്ളിൽ വലിയ തോതിലുള്ള വിഷവാതകങ്ങൾ സ്വാഭാവികമായും രൂപപ്പെട്ടിട്ടുണ്ടാകാം. വാതിൽ ബലമായി തകർത്താൽ ഈ വാതകങ്ങൾ വലിയ മർദ്ദത്തിൽ പുറത്തേക്ക് തെറിക്കുകയും അത് തുറക്കാൻ ശ്രമിക്കുന്നവരുടെ മരണത്തിന് തന്നെ കാരണമാകുകയും ചെയ്യും. പുരാതന ഈജിപ്ഷ്യൻ പിരമിഡുകളിലും ഇത്തരം സങ്കീർണമായ കെണികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ നിർമ്മിതി അതിലും എത്രയോ മടങ്ങ് സങ്കീർണമാണ്. ആധുനിക ലോകത്തെ ഏറ്റവും മികച്ച എഞ്ചിനീയർമാരെ കൊണ്ടുപോലും ഈ വാതിൽ സുരക്ഷിതമായി തുറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഒരു ചെറിയ തെറ്റ് പറ്റിയാൽ ആ ക്ഷേത്രത്തിന്റെ മൊത്തത്തിലുള്ള സ്ട്രക്ചറിനെ തന്നെ അത് ബാധിച്ചേക്കാം. ഒരു പക്ഷേ ആ ക്ഷേത്രം തന്നെ തകർന്നു വീഴാൻ ഈ നിലവറയുടെ തകർച്ച കാരണമാകാം. അത്രത്തോളം കൃത്യതയോടെയാണ് പുരാതന ശില്പികൾ ആ കല്ലറയുടെ ഭാരം മുഴുവൻ ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ചിന്തിച്ചു നോക്കൂ, കമ്പ്യൂട്ടറുകളോ ആധുനിക യന്ത്രങ്ങളോ ഇല്ലാതിരുന്ന ഒരു കാലത്ത് വെറും ഉളിയും ചുറ്റികയും മാത്രം ഉപയോഗിച്ച് നമ്മുടെ മുൻ തലമുറകൾ പടുത്തുയർത്തിയ ഈ അത്ഭുതം എത്രത്തോളം വലുതാണ്. അവർ ഉപയോഗിച്ച മാത്തമാറ്റിക്സും ഫിസിക്സും അക്കോസ്റ്റിക്സും ഇന്നത്തെ നമ്മുടെ സയൻസിനേക്കാൾ എത്രയോ നൂറ്റാണ്ടുകൾ മുന്നിലായിരുന്നു. ശാപകഥകൾക്കും മിത്തുകൾക്കും അപ്പുറം നിലവറ ബി കാത്തു സൂക്ഷിക്കുന്നത് ആധുനിക മനുഷ്യന്റെ അഹങ്കാരത്തെ ചോദ്യം ചെയ്യുന്ന അങ്ങേയറ്റം ബുദ്ധിമാനായ ഒരു പുരാതന തലമുറയുടെ എഞ്ചിനീയറിംഗ് രഹസ്യങ്ങളാണ്. ഒരു പക്ഷേ ആ കരിങ്കൽ വാതിലിന് പിന്നിലെ നിധിയേക്കാൾ മൂല്യമുള്ളത് അത് നിർമ്മിക്കാൻ അവർ ഉപയോഗിച്ച ആ സാങ്കേതിക വിദ്യയായിരിക്കും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ നിഗൂഢമായ കല്ലറ ബിയെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതിനു പിന്നിൽ പുരാതന വാസ്തുവിദ്യയുടെ എഞ്ചിനീയറിംഗ് മാതൃകതയാണോ, അതോ ദൈവത്തിന്റെ അദൃശ്യമായ സംരക്ഷണമോ? നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ച ബി നിലവറയെക്കുറിച്ച് ഇനിയും കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചരിത്രവും സയൻസും താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വിജ്ഞാനപ്രദവും ആവേശകരവുമായ യഥാർത്ഥ ചരിത്ര ശാസ്ത്ര കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സ്റ്റേ ട്യൂൺ വിത്ത് us.